നാഷണൽ വാർത്തകളിലേക്ക്, നമുക്ക് ദേശീയ വാർത്തകളിലേക്ക് വരുമ്പോഴേക്കും ബീഹാറാണ് ചർച്ചാ വിഷയം. ബീഹാറിൽ രണ്ടാം ഘട്ട പത്രികാ സമർപ്പണത്തിലുള്ള സമയപരിധി നാളെ അവസാനിക്കാനിരിക്കെ സീറ്റ് ധാരണ പ്രഖ്യാപിക്കാനാകാതെ ഇന്ത്യ സഖ്യം വലയുകയാണ്. സഖ്യത്തെ അട്ടിമറിക്കുന്നതിന് RJD ആണെന്ന വിമർശനവുമായി PCC അധ്യക്ഷൻ രംഗത്ത് വന്നതോടെ അസാധാരണ പ്രതിസന്ധിയാണ് സഖ്യത്തിൽ ഉണ്ടാകുന്നത്. തർക്കമുള്ള സീറ്റുകളിൽ ധാരണയിലെത്താനായില്ലെങ്കിൽ PCC പ്രസിഡന്റ് ജനവധി മണ്ഡലത്തിലും മഹാസഖ്യം നേർക്കുനേർ വരും. ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് JMM പ്രഖ്യാപിച്ചതും ഇന്ത്യ സഖ്യത്തിന് ക്ഷീണമായി മാറുകയാണ്. രാകേഷ് ഇരുന്നുണ്ട് വിശദാംശങ്ങളുമായി. രാകേഷ്, മഹാസഖ്യം വിട്ട് JMM 6 സീറ്റുകളിൽ മത്സരിക്കുന്നു. 5 സ്ഥാനാർത്ഥികളെ ഉൾപ്പെടുത്തി കോൺഗ്രസ് രണ്ടാം ഘട്ട പത്രിക പുറത്തുവിടുന്നു. ആ ഒരു സാഹചര്യത്തിൽ പോലും മഹാസഖ്യത്തിൽ വളരെയധികം പ്രതിസന്ധി രൂക്ഷമായി തുടരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ടല്ലോ. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? ഹരികൃഷ്ണൻ, മഹാസഖ്യം എത്തിയിരിക്കുന്ന ഒരു പ്രതിസന്ധിയുടെ ആഴം വ്യക്തമാക്കുന്നതാണ് നിലവിലെ സാഹചര്യം. കാരണം സാധാരണഗതിയിൽ എല്ലാ കക്ഷികളിലും അല്ലെങ്കിൽ എല്ലായിടത്തും ഇത്തരം പ്രശ്നങ്ങളും തർക്കങ്ങളൊക്കെ തന്നെ ഉണ്ടാകാറുണ്ട്. പക്ഷേ പത്രികാ സമർപ്പണത്തിന് തൊട്ടു മുമ്പ് അതെല്ലാം പരിഹരിക്കാറുണ്ട്. ബീഹാറിൻ്റെ കാര്യത്തിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ ഇതിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല സംഭവിച്ചിട്ടുള്ളത്. കാരണം ആദ്യഘട്ട പത്രികാ സമർപ്പണം 2 ദിവസം മുമ്പ് അവസാനിച്ചു. 17-ാം തീയതി അവസാനിച്ചു. ഇനിയിപ്പോൾ നാളെ രണ്ടാം ഘട്ട പത്രികാ സമർപ്പണം 122 മണ്ഡലങ്ങളിൽ നടക്കാനിരിക്കുകയാണ്. അപ്പോൾ പോലും ഔദ്യോഗികമായൊരു പ്രഖ്യാപനത്തിലേക്ക് ഇന്ത്യ സഖ്യത്തിന് കടക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം RJDയും കോൺഗ്രസും തമ്മിൽ സീറ്റുകളുടെ കാര്യത്തിൽ തർക്കം നിൽക്കുന്നു എന്നുള്ളതാണ്. കാരണം പലതവണ ചർച്ച നടത്തി, പക്ഷേ ആ ചർച്ചകളിലൊന്നും തന്നെ ധാരണ ആയിട്ടുമില്ല. അതിനിടയിലാണ് PCC അധ്യക്ഷൻ രാജേഷ് റാം തന്നെ ഇപ്പോൾ RJDക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. കാരണം ഡൽഹിയിൽ KC വേണുഗോപാലുമായുള്ള ചർച്ചയിൽ തേജസ്വി യാദവും ഭാഗമായതാണ്. അന്ന് ഒരു ധാരണയിലെത്തിയതാണ്. അതിനുശേഷം ഇപ്പോൾ ആ ധാരണ അട്ടിമറിക്കുന്ന RJD ആണെന്ന വിമർശനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമ്പോൾ വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഒന്നാം ഘട്ട പത്രികാ സമർപ്പണം അവസാനിച്ചപ്പോൾ ഏതാണ്ട് 6 മണ്ഡലങ്ങളിൽ ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾ തന്നെ നേർക്കുനേർ ഏറ്റുമുട്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് വൈശാലി അടക്കമുള്ള മണ്ഡലങ്ങളിൽ അതായിരുന്നു സാഹചര്യം. കൂടുതൽ മണ്ഡലങ്ങളിലും RJDയും കോൺഗ്രസും തമ്മിൽ നേർക്കുനേർ വരുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ചില മണ്ഡലങ്ങളിൽ CPIMലും നേർക്കുനേർ വരുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ മൊത്തം കണക്കെടുക്കുമ്പോൾ രണ്ടാം ഘട്ട പത്രികാ സമർപ്പണം നാളെ അവസാനിക്കാനിരിക്കെ മൊത്തം നോക്കുമ്പോൾ ഏതാണ്ട് 9-10 സീറ്റുകളിൽ സമാനമായ സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. PCC അധ്യക്ഷൻ രാജേഷ് റാം മത്സരിക്കുന്ന കുടുംബ മണ്ഡലത്തിലാണ്. അത് ഔറംഗാബാദ് ജില്ലയിലൊരു മണ്ഡലമാണ്. അദ്ദേഹം 2 തവണ അവിടെ നിന്ന് MLA ആണ്, നിലവിൽ സിറ്റിംഗ് MLAയുമാണ്. അവിടെ RJD സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അദ്ദേഹം പത്രിക നൽകിയിട്ടില്ല. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഒരു പ്രഖ്യാപനത്തിലേക്ക് ഏതൊക്കെ സീറ്റിൽ ഏതൊക്കെ പാർട്ടികളെന്ന ധാരണയിൽ എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ PCC അധ്യക്ഷനെതിരെ RJD സ്ഥാനാർത്ഥി വരുന്ന സാഹചര്യമുണ്ട്. അത്തരം ഒരു അസാധാരണ പ്രതിസന്ധി ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ച് ബീഹാറിൽ നിലവിലുണ്ട്. മാത്രവുമല്ല JMM ഇന്നലെ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് അവർ പ്രഖ്യാപിച്ചു. ബീഹാറിൽ അവർ വലിയ സ്വാധീനമുള്ള കക്ഷിയല്ല. എങ്കിൽ പോലും ബീഹാറിനുമായി ചേർന്ന് കിടക്കുന്ന സംസ്ഥാനമാണ് ജാർഖണ്ഡ്. അതിർത്തി പ്രദേശങ്ങളിൽ JMMന് സ്വാധീനവുമുണ്ട്. ന്യായമായി RJDക്ക് അല്ലെങ്കിൽ കോൺഗ്രസിനും JMM നിലവിൽ ഭാഗമല്ല, മഹാസഖ്യത്തിൻ്റെ ഭാഗമല്ല എന്നൊക്കെ പറയാമെങ്കിൽ പോലും ഇന്ത്യ സഖ്യത്തിൻ്റെ സ്വാഭാവിക കക്ഷിയാണ് JMM. ജാർഖണ്ഡിൽ കോൺഗ്രസ് ആ സഖ്യത്തിൻ്റെ ഭാഗമാണ്, സർക്കാരിൻ്റെ ഭാഗമാണ്. അപ്പോൾ സ്വാഭാവികമായും JMM ഇടഞ്ഞത് ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ച് ക്ഷീണമാണെന്ന കാര്യത്തിൽ സംശയമില്ല. മാത്രവുമല്ല ജാർഖണ്ഡിലെ അടക്കം സഖ്യം പുനഃപരിശോധിക്കേണ്ടി വരും എന്നൊരു പരാമർശം പോലും JMM നേതാക്കളുടെ ഭാഗത്ത് ഈ ഘട്ടത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഏതായാലും ഒരു അസാധാരണ പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ ഏതായാലും ബീഹാറിൽ മഹാസഖ്യം കടന്നു പോകുന്നത്. അസാധാരണമായ പ്രതിസന്ധി തന്നെയാണ് മഹാസഖ്യം കടന്നു പോകുന്നത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് നിലവിൽ മഹാസഖ്യം നിൽക്കുന്നത്. JMM വിട്ടതോടുകൂടി തന്നെ ഒരു വലിയ പ്രതിസന്ധിയും കൂടി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഒരു ഭാഗത്തു നിന്നുണ്ട്. കാരണം ഇന്ത്യ സഖ്യത്തിന് അതൊരു വലിയ ക്ഷീണം തന്നെയാണെന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല. എന്തായാലും അമിത്ഷാ ചിരാഗ് പാസ്വാൻ കൂടിക്കാഴ്ചയും കൂടി നടക്കുന്ന ഒരു സാഹചര്യം, പ്രത്യേകിച്ച് ബീഹാർ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ ആ ഒരു കൂടിക്കാഴ്ചയും കൂടി നടക്കുന്നതും ഒരു പ്രത്യേക സാഹചര്യമായിട്ട് തന്നെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. രാകേഷാണ് വിശദാംശങ്ങൾ നൽകിയത്.